രാവിലത്തെ വെയിലിനെയും വിശ്വസിച്ച് ഞാനും ഉമ്മയും കൂടി നേരെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങി. ജലദോഷം, പനി, തലവേദന, ഗ്യാസിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പൊട്ടും പൊടികളായിട്ട് കാണിക്കാനും ആ കുറച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ കുഞ്ഞാമാൻ്റെ അടുക്ക് വിട്ടു. അപ്പോഴാണ് കുഞ്ഞിന്റെ കലാവാസനയിൽ വിരിഞ്ഞ കുറച്ച് കലാവിരുതുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ. പണ്ടൊക്കെ ഒരു ഭാഗത്ത് ഒരു അക്ഷരം ഉണ്ടാകുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കലാബോധമൊന്നും ഇല്ലാത്തൊരു പാവം കുട്ടിയാന്ന്. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പുതിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുഞ്ഞിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കലാവാസനകളൊക്കെ ചാടി എണീറ്റ് പുറത്തേക്ക് വന്നിരുന്നത്. അപ്പൊ ഞാൻ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു, പഠിച്ചു ഇപ്പൊക്ക് ഇത്രയും കൈവൊക്കെ ഉള്ളിൽ കിടന്നുണ്ടേനോന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മായിനോടെ പോയേക്കുമ്പോ അമ്മായി പുതിയ കുറെ തയ്യാളൊക്കെ നട്ടിക്കണ്. കൂട്ടത്തിൽ ചിരട്ടയിൽ ഇതുപോലെ വള്ളം വെച്ചിക്കണേ. ആദ്യം ഞാൻ വിചാരിച്ചത് ഇടക്കിടക്ക് വെള്ളം നനക്കാതെക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച പുതിയ ഐഡിയ എന്നാ. പിന്നെ ചോദിച്ചപ്പോഴാ പറഞ്ഞത് വെട്ടുകിളി ചെടി വെട്ടാതെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെട്ടുകിളി വെട്ടൂല എന്ന് അപ്പുറത്തെ ചേച്ചി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സംഗതി ശരിയാണോന്ന് എനിക്കറിയില്ല, എന്നാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കിട്ടോ. പിന്നെ കുട്ടികളപ്പോ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരികിടയൊക്കെ കളിച്ച് നടന്ന് ചായയൊക്കെ കുടിച്ച് എല്ലാവരോടും കുറച്ചൊരു വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ പെരീക്ക് അങ്ങോട്ട് വിട്ടു. അപ്പൊ അത്രയുള്ളൂ. ബൈ.